സാമിയത്തിന് ഇഷ്ടമുണ്ടായിട്ടല്ല, വീട്ടിൽ പൂട്ടിയിട്ട് നിർബന്ധിച്ച് കെട്ടിക്കാണ് അച്ഛൻ. കെട്ടിക്കും. അതിനും എന്റെ പിള്ളേരുടെ ചാവ് ഞാൻ അയാളെ കൊണ്ട് തീറ്റിക്കും. പിള്ളേരെ കൊണ്ട് ഞാനും കെട്ടി തൂങ്ങി ചാവൂടാ. അല്ല, സമാധാനിപ്പിക്കാൻ വന്ന് പറഞ്ഞ അതിലും വലിയ കുഴപ്പമായ പറയുന്ന കേൾക്ക്. എനിക്ക് ഞാനുണ്ട്, അമ്മയ്ക്ക് ഞാനുണ്ടെന്ന്. അയ്യടാ, നിന്നെ ഏത് പട്ടിക്ക് വേണം ചെറുതമ്മേ, പാല് തുറക്കാൻ കുഴപ്പമൊന്നും ഉണ്ടാക്കിയത്. ചെറുതമ്മേ, പാല് തുറക്ക്. മായൻകുട്ടിയാ പറയുന്നത്. ഇതിപ്പോ ഞാൻ സമാധാനം പറയേണ്ടി വരുമല്ലോ. അരുത്, പിള്ളേരൊന്നും ചേരും പറയുന്നത്. അടക്കല്ലേ, പാല് തുറക്കല്ലേ. മര്യാദയ്ക്ക് വാതിൽ തുറക്കാനാ പറഞ്ഞത്. തുറന്നില്ലേ ഞാൻ ചവിട്ടി പൊളിക്കും. സത്യമായിട്ട് ഞാൻ ചവിട്ടി പൊളിക്കും. നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ? മനുഷ്യൻ തുണി പറയാൻ സമ്മതിക്കില്ലേ? തുണി മാറ. വെരി സോറി. എന്നിട്ട് പോരാടുന്നു. ഇറങ്ങിങ്ങോട്ട്, ഇങ്ങോട്ട് ഇറങ്ങാൻ. എന്റെ അമ്മോ, ഈ ബോബനും മോളിയും പോലെ രണ്ട് കുട്ടികളുണ്ടായ ചേട്ടാ. ചേട്ടത്തിയമ്മ. ആ, ചേട്ടത്തിയമ്മ ചേട്ടനെ കൊല്ലും. അതല്ല, ചേട്ടത്തിയമ്മ. ആ, ചേട്ടത്തിയമ്മ അല്ലേ. എങ്ങോട്ടായി തള്ളി കയറി വരുന്നത്? അങ്ങനെ പുറത്ത് നിൽക്കേണ്ടവളൊന്നും അല്ല ഞാൻ. ഞാൻ ഇവിടുത്തെ പെണ്ണാ. ഇത് എന്റെ ഇവിടുത്തെ കുട്ടികളാ. മാറി ഇങ്ങോട്ട്. ഇവിടുത്തെ കുട്ടികളോ? ഇവിടുത്തെ കുട്ടികൾ ഈ നിൽക്കുന്നവരാ. അവരാരും വിവാഹം കഴിച്ചിട്ടില്ല. അവർക്ക് കുട്ടികളുമില്ല. ഞാൻ നിങ്ങളുടെ സ്വാമിനാഥന്റെ ഭാര്യയാ, കൊച്ചമ്മണി. മാനമര്യാദ ജീവിക്കുന്നതിന്റെ അനിയെ പറ്റി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ചവിട്ടിയടുത്ത് പുറത്തിടും. എന്റെ ഭർത്താവിനെ അങ്ങോട്ട് ഇറക്കി വിടറാ. മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നല്ലോ അവിടെ നിന്ന്. സ്വാമിനാഥ, ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് എവിടെ പോകുന്നു? ഒരു കാരണവശാലും പേടിക്കരുത്. ഞാൻ പറഞ്ഞു പറഞ്ഞാ മതി. എടാ സ്വാമിനാഥ, എന്താ അച്ഛാ? എനക്കെന്താ ഒരു വല്ലായിക? ഒന്നുമില്ല. എന്താ നല്ല സുഖയില്ലേ? നല്ല സുഖം. ഇവിടെ മാറിയെന്നേ. എടി പെണ്ണേ, ഇവനാണോ എന്റെ ഭർത്താവ്? പിന്നെ അല്ലാതെ. പറയട്ടെ അങ്ങോട്ട്. എന്നെ കല്യാണം കഴിച്ചതാണെന്നും ഇനി വേറെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെന്നും പറയട്ടാ. ഈ നിൽക്കുന്ന കൊച്ചുങ്ങളെ നമ്മുടെയാണെന്ന് അങ്ങോട്ട് പറയട്ടാ. അമ്മേ, എന്തൊക്കെ ഇവരീ പറയണേ? ഏതാ ചെയ്യപ്പെണ്ണുമ്പിള്ള? അത് തന്നെയാ ഞാൻ ചോദിക്കുന്നത്. ഏതാണോ ഇവള്? നിനക്കറിയില്ലേ? ഏട്ടോ ദ്രോഹി, നിങ്ങൾക്ക് എന്നെ അറിയില്ലല്ലേ? ഈ നിൽക്കുന്ന കുട്ടികളെ നിങ്ങൾ അറിയില്ലല്ലേ? എനിക്കറിയാം. പുതിയ അടുത്ത് കിട്ടുന്നായപ്പം എന്നെ പിള്ളേരെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല അല്ലേ? ഓർമ്മ വരാൻ വല്ല തെളിവുണ്ടോ കയ്യില്? വല്ല മോതിരോ അടയാളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? ഉണ്ട്. എവിടെ? ദേവിക്കുന്നു അടയാളങ്ങൾ രണ്ടെണ്ണം. ഇവരുടെ തലയെ കൈവച്ച് നിങ്ങളൊന്ന് പറഞ്ഞേ, ഇത് നിങ്ങളുടെ കുട്ടികളല്ലെന്നും എന്നെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെന്നും. ഇനി തെളിവ് വേണമെങ്കിൽ വിളിക്ക്. എവിടെയവൻ? നിങ്ങളുടെ അനിയൻ. അവനെ ഇങ്ങോട്ട് വിളിക്ക്. എടാ രാമഭദ്രയാ, എടാ കണ്ടോ? അവൻ മാറിക്കളഞ്ഞത് കണ്ടോ? അവൻ അറിയാം സത്യം മുഴുവനും. അവനെ ഇങ്ങോട്ട് വിളിക്ക്. വിളിച്ചു നിർത്തി ചോദിക്ക്. രാമഭദ്ര, എടാ രാമഭദ്ര. എന്താ അച്ഛാ? നീ ഇവിടെ അറിയുവോ? അനിയ, നീയെങ്കിലും ഒന്ന് പറയാനിയാ എന്നെ അറിയുമെന്ന്. ഇത് നിന്റെ ചേട്ടത്തിയമ്മയും പിള്ളേരുമാണെന്ന് നീയെങ്കിലും ഒന്ന് പറയാനിയാ. എടാ നിന്നോടാ ചോദിച്ചത് ഇവിടെ അറിയുവോന്ന്. ഇവരെ ഞാൻ അറിയും. വെച്ചാ ഞാൻ അറിയും. ഇങ്ങനെ കുട്ടികളെ കൊണ്ട് വലിയ വലിയ വീടുകളിൽ പോയി ബേളം ഉണ്ടാക്കുന്ന ഇവരെ പണി. ഇതിനു മുമ്പ് ഇങ്ങനെ പല സ്ഥലത്ത് വെച്ച് ഇവരെ കണ്ടിട്ടുണ്ട്. ഇതുവരെ സ്ഥിരം പരിപാടിയാ. കാശ് തന്നെ പ്രശ്നം. അയ്യോ എന്റെ ഈശ്വരാ. ഇതൊക്കെ കൈയോടെ പോലീസിലേൽപ്പിക്കേണ്ട കാര്യങ്ങളാ. അയ്യോ വല്ലേട്ടാ, ഇതിനൊക്കെ എന്തിനാ പോലീസ്? ഇത് നാളെ ഏർപ്പാടല്ലേടാ. പോലീസ് അറിഞ്ഞ അതിനെക്കാട്ടി മാനക്കടല്ലയോ? ഇതൊക്കെ ഞാൻ പറഞ്ഞു വിട്ടേക്കാം. പൊക്കോ, എവിടെയെങ്കിലും പൊക്കോ. ഇല്ലടാ മഹാപാപികളെ, ഞാൻ പോവില്ല. ഇവിടുന്ന് ഞാൻ ഒരിടത്തും പോവില്ല. വല്ലതൊക്കെ പോയി കൊച്ചുകളെ ഉണ്ടാക്കിച്ച് ഇങ്ങനെയാണോ പോറ്റാ കൊണ്ടിരുന്നത്?
പോറ്റാൻ കഴിവല്ലേ കുളത്തിലെ കണ്ടിലോണ്ട് അറിയും പോ. അറിയാടാ, ഇപ്പൊ തന്നെ അറിയാടാ. നോക്കിക്കോ, ഇവിടുത്തെ കണ്ടി തന്നെ അറിയാം. നിങ്ങളുടെ അച്ഛനെ നിങ്ങളെ വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ? നടക്ക്. ഇവിടെ വരാൻ കൊല്ലി കഴിഞ്ഞാൽ ഇവിടെ വരാൻ വരില്ലേ? എന്താ ഈ കാണിക്കുന്ന എന്റെ കൊച്ചമണി? നീ എന്റെ ഭാര്യയല്ലേ, ഇത് നമ്മുടെ പിള്ളേരല്ലേ. ഞാൻ ഈ അഭിനയിച്ചൊക്കെ നിങ്ങൾ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ. ഇനി എനിക്കൊന്നുമില്ല, ആരറിഞ്ഞാലും എനിക്കൊന്നുമില്ല. മക്കളെ, അച്ഛൻ എനിക്ക് മാപ്പ് തരണം. എനിക്ക് എന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കൊക്കെ അച്ഛൻ മാപ്പ് തരണം. ഞാൻ നിങ്ങളൊക്കെ ചതിക്കുകയായിരുന്നു. എനിക്ക് മാപ്പ് തന്നു പറ. നിനക്ക് മാപ്പ് പറഞ്ഞ പട്ടി എഴുന്നേക്കാൻ. നീ എന്താണോ വിചാരിച്ചത്? ഞാൻ ഈ നാടകം കളിച്ചത് മുഴുവൻ നിന്നെ കുറിച്ച് പറയിക്കാനാ. നിനക്ക് മാപ്പ് നേടാ. ആരുടെ കൈതടാതെ ഇര പിടിച്ചത്? ഇന്ന് വരെ ആ കൈതടാൻ ഒരുത്തരം ധൈര്യപ്പെട്ടിട്ടില്ല. പറയാ മാപ്പ്. അച്ഛന്റെ കാലും മാപ്പുള്ള പട്ടി. അങ്ങനെ മാപ്പ് പറയേണ്ട തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അച്ഛൻ ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ സ്വാമിയായിട്ട് 2 മഹാഭാവമാണ് ചെയ്തത്. ഒരു കല്യാണം കഴിച്ചു പോയതോ, 2 കുട്ടികൾ ഉണ്ടായി പോയതോ. അതൊരു വലിയ തെറ്റായിട്ട് വലിയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ കൊന്നോ. എന്നാലും അച്ഛന് കൂട്ടു നിൽക്കാൻ എനിക്ക് വയ്യ. അച്ഛൻ എന്തിനാ അച്ഛന് ഞങ്ങൾ പറയച്ച? ഞങ്ങളെ എന്തിനാ ഇങ്ങനെ വളർത്തണത്? അച്ഛന്റെ തല്ലുകൊള്ളാൻ, അതോ അച്ഛന് വേണ്ടി പോയി തല്ലുണ്ടാക്കാനോ? അപ്പൊ അച്ഛന് വേണ്ടത് മക്കളെയല്ല, ഗുണ്ടകളെ. കൊല്ലാനും ചാവാനും മടിയില്ലാത്ത തെരുവ് ഗുണ്ടകളെ. നോക്കി കഥ പിടിച്ച് പുറത്താക്കണ ഈ തന്തയ്ക്ക് എനിക്കത് കൊളയാടി മക്കളെ. ഈ 500 ഇനി ഇങ്ങനെ 2 മക്കളില്ല. ഞാൻ തെത്താനെന്റെ പട്ടണ പോലും നിങ്ങൾ കാണരുത്. അങ്ങനെ 500 കുടുംബം തകർന്നു. ഇനി അയാളെ കൂടി ഇല്ലാതെയാക്കണം. അതിനും അയാളുടെ മക്കൾ തന്നെ മതി. പൊട്ടട്ടെ പടക്കം പൊട്ടട്ടെ. മാലു, ഇറങ്ങി വാ മാലു. ഞാൻ സത്യം ചെയ്ത് തന്നതുപോലെ എന്റെ അച്ഛനെയും ചേട്ടന്മാരെയും വീടുമൊക്കെ ഉപേക്ഷിച്ചാൽ വന്നിരിക്കുക. ഇനി എന്നോട് സത്യം ചെയ്യുന്നതുപോലെ നീ ഇറങ്ങി വാ. ആരത്? ആ 500 മോൻ രാമഭദ്രൻ. പൊടിയകത്ത് എനിക്ക് കയറി പോകാൻ. ഇതിനകത്ത് എങ്ങനെ നീ കാലുകുത്തിയുണ്ടല്ലോ, പിന്നെ നേരെ ഇവിടെ പോവില്ല.
കാലുകുത്തി പോയില്ലേ, ഇനി എനിക്കും നേരെ ചൊവ്വേ പോണമെന്നില്ല. എടാ, നിന്റെ അച്ഛന്റെ ചട്ടപ്പിത്തനെ കൊണ്ട് ഇങ്ങോട്ട് വരരുത്. വേണ്ടടാ, നിങ്ങൾ ആരും ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. അവൻ എന്താ വേണ്ടത് എന്നോട് ചോദിക്കട്ടെ. വാ മോളെ. എടാ, നീ എന്ത് വിചാരിച്ചിട്ടാ വന്ന് നിൽക്കണത്? നീ വിളിച്ച എന്റെ മോളെ ഇറങ്ങി വരുന്നു വിചാരിച്ചോ? എന്നൊന്ന് വിളിച്ചു നോക്കടാ, ഇറങ്ങി വരുമോന്ന്. വിളിച്ചാൽ അവള് വരും, ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. എന്നാ കൊണ്ടുപോടാ, വിളിച്ചോണ്ട് പോ. പറ മോളെ, ഞാൻ പറഞ്ഞിട്ടൊക്കെ ചെയ്തെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊണ്ടറി. ഇറങ്ങി വാ മാലു, ഇവരൊന്നും ഒരു ചുക്കും ചെയ്യൂല. നീ വന്നാ ഞാൻ കൊണ്ടുപോകും. മാലു, ഞാനാ പറയുന്നത്, ഇറങ്ങി വരാൻ. മാലു, ഇറങ്ങി വരാൻ. മോളെ, മോളെ. മാലു! എടാ, പട്ടി! ഓടി! ഓടി ഇങ്ങോട്ട്, ഓടി ഇവിടെ. ഇങ്ങോട്ട് വരാൻ. ഓടി! ഇങ്ങോട്ട്. കൊല്ലിഞ്ഞൻ. നിന്നെ കൊല്ലും. ഓടി. ഒന്നാളെ ഇരുന്ന്. ഓടി കാത്തിട്ട് ഓടി ഇവിടെ. ഓടി. ഓടി. കൊല്ലടാ ഇവിടെ. ഇവിടെ മാറ്. എന്തായി കാണിക്കുന്നത്? ഇങ്ങോട്ട് മാറാ. കൊച്ചേട്ടാ, ഞാനാ പറയുന്നത്. എടാ, എടാ, വിടാൻ. എടാ, വിടാൻ. കൊച്ചേട്ടാ, നമുക്ക് മാറിയിട്ട് 500 കുടുംബത്തിൽ ആരെങ്കിലും തൊട്ടാൽ കൊന്നത് ഞാൻ. പോടാ, പോടാ. അല്ലെങ്കിൽ ആരെങ്കിലും ശവം നമുക്ക് പോടാ. ഇങ്ങോട്ട് പോടാ അവിടെ. ഞാൻ വരുവടാ, ഇനിയും വരുവടാ. അവളെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ വന്ന് കൊണ്ടുപോകണോ? തൃപ്തിയായല്ലോ, അമ്മയ്ക്ക് മക്കൾക്കൊക്കെ തൃപ്തിയായല്ലോ. ഇനി നീ പോകൂ. വന്ന് വിളിച്ച ഞാൻ ഇറങ്ങി പോകൂ. പോകൂ. മാറിയങ്ങോട്ട്. അവളെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് മാറിക്കേ. ഇങ്ങോട്ട് മാറാല്ലേ പറഞ്ഞു. അത് അവർ നോക്കിക്കോളൂ. ഇങ്ങോട്ട് മാറാം. നീ അകത്തോ? നിങ്ങൾ മാറാല്ലേ പറഞ്ഞു. എന്നിട്ട് അവളെ ഇത് തല്ലി ചതയ്ക്കാനോ? മാറാൻ പറയാനോട് മാറാം. പാട്ടി. എടാ, തൊട്ടുപോലെ തന്നെ. എന്താ ഇത്? ചേട്ടനെ വിട്. ഇവിടെ മാറിക്കോട്ടെ. നിങ്ങൾക്ക് തണ്ടു നടി ഉണ്ടെങ്കിൽ അടക്കി നിർത്തണ്ട, ഒതുക്കി നിർത്തണ്ട ഇവളെയല്ല, ഈ അമ്മയാണ്. ഈ അമ്മ ഒറ്റൊരുത്തി അതിനൊക്കെ കാരണക്കാരി. ഏമാ, നീ അകത്തേക്കല്ലേ. ഓമനെ, നീ ഇവനെ വിളിച്ചോണ്ട് പോ. എഴുതി, നീ അവളെ കൂടെ അകത്ത് പോ. വീരൻ നിങ്ങളെ തടഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇനിയിപ്പോ അവളെ തല്ലിച്ചതച്ചിട്ടോ പേടിപ്പിച്ചിട്ടോ എന്താ പ്രയോജനം? കഴിയുന്നതും വേഗം സ്നേഹം ഭാവിച്ച് അവളെ നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. മതികടോ തന്റെ ഉപദേശം. ഉപദേശിച്ച് ഈ കോളത്തിലാക്കില്ല താൻ. ഇനി എന്റെ നേരെ ചാടിക്കോ. തന്റെ ഈ ഒടുക്കത്തെ കുരുട്ടുബുദ്ധിയായി കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. എന്റെ ബുദ്ധി ഉപദേശമൊന്നും അല്ല കുഴപ്പമുണ്ടാക്കിയത്. കുഴപ്പമുണ്ടാക്കിയത് നിങ്ങളൊക്കെ തന്നെയാ. അവിടെ ഒരു പെണ്ണ് വേണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ഇവിടുത്തെ പെണ്ണായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മതിയടോ, മതി. നടന്നതൊക്കെ നടന്നു. ഇനി എന്താ വേണ്ടത് ഞാൻ പറഞ്ഞു തരാം. താൻ എത്രയും പെട്ടെന്ന് അവൾക്കൊരു ചെറുക്കനെ കണ്ടുപിടിച്ചു തരണം. കൂടിയ 15 ദിവസം. അതിനുള്ളിൽ എനിക്ക് അവളെ കല്യാണം നടത്തണം. 15 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ചെറുക്കനെ ഞാൻ എവിടെ നിന്ന് പിടിച്ചോണ്ട് വരാനാ? എവിടുന്ന് പിടിച്ചോണ്ട് വന്നാലും തിരക്കില്ല. ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരണ ഒരുത്തനായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് മടിത്തെറുപ്പിൽ ഞാൻ ചെറുക്കന്മാരെ കൊണ്ട് എടുക്കണോ? പറയുമ്പോ എടുത്തം കൊണ്ട് നിർത്താൻ. എന്നാ തന്റെ മടിത്തെറുപ്പിലുള്ള ചെറുക്കൻ തന്നെ മതിയെന്ന് അങ്ങോട്ട് വെച്ചാലോ? തന്റെ മോനില്ലേ ആ ബാലകൃഷ്ണൻ ഡോക്ടർ, അയാളായാലും എന്താ കുഴപ്പം? അതെ, എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ? ആ ചെറുക്കൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞല്ലേ പോയിരിക്കണത്. അവൻ എന്നെയോ മോനെയോ ഒന്നും ചെയ്യില്ല. നിങ്ങളെന്നല്ല, അവൻ ഇനി ആരെയും ഒന്നും ചെയ്യില്ല. അതിന് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം.